ചെറിയൊരു ഒച്ചപ്പാട് വരെ ഈ വണ്ടി വന്നില്ല തന്നെ കിട്ടും. ഞങ്ങൾ കസ്റ്റമർ വന്നാൽ നമ്മൾ തുറന്ന് ബോണ്ടും കാര്യങ്ങൾ തുറന്ന് കാണിച്ച് കൺഫേം ആക്കിയിട്ടേ ഇതാക്കുള്ളൂ. 25,000 അങ്ങോട്ട് കൊണ്ടുപോവാന്ന് നമ്മൾ പറഞ്ഞില്ല, ആവശ്യക്കാർക്ക് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് ക്യാഷ് ബാക്കിൽ ഒരു 2-3 മാസത്തെ അടവ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഫൈനൽ റേറ്റ് അടത്തേക്ക് പറഞ്ഞൊക്കെ 1,65 നമ്മളെ ഫൈനൽ ഒരു ഓൾട്ടോന്റെ പ്രൈസ് വരുന്നത് റിഡ്സിന് നമുക്ക് 2,65,000 ഫൈനൽ കിട്ടണേ കൊടുക്കാം. നമുക്കൊരു ഓൾട്ടോ അതിലൊരു ചെറുവാഹനം വാങ്ങുന്ന റേറ്റിന് ഒരു ഡീസൽ വേരിയന്റ് വാഹനം കൊണ്ടുപോകാനുള്ളതാണ്. അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് 2 ലക്ഷത്തിന്റെ മേലെ തന്നെ ഇത് ലോൺ. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് 10,65,000 കണ്ടിന് ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഫുൾ ഓൺ തന്നെ കയറും. ഇത് ഫുൾ ഓൺ 11 കൊടുക്കാം, 12 കൊടുക്കാം. വാഗ്നറിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇയോണ്ട് ഒരു നല്ലൊരു ചാകര വരുന്നുണ്ട്. കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡീസൽ കാറുകൾ, 7 സീറ്റ് കാറുകളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ല അടിപൊളി കാറുകളുടെ ഒരു കിടൻ കളക്ഷൻ ആയിട്ടുമാണ്. കാർ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ. ഇഷ്ടം പോലെ കളക്ഷൻസ്, ഏകദേശം നമുക്ക് 70-80ഓളം കാറുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട് നമ്മൾ എത്തിയിട്ട് റിയൽ ചോയ്സിലാണ്. ഇവിടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അർഷാക്കാണ്. അർഷാക്ക, നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു റിയൽ ചോയ്സ് എത്തിച്ചേരാം? ഇത് നേരെ കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ്. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ആണ് വരുന്നത്. അതായത് മുണ്ടറമ്പിന് കാവുങ്ങലിന്റെ ഇടയിലാണ്, സെന്ററിലാണ് ഇത്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ കൂടുതൽ അന്വേഷിക്കുന്ന ഒരു കാറിൽ പെട്ട ഒരു മിഡ് റേഞ്ച് വണ്ടിയാണ് റിഡ്സ്. കാരണം ഇത് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അഫോർഡബിൾ ആയിട്ട് നല്ലൊരു വാഹനമാണ്. നമുക്ക് റിഡ്സിന്റെ പല വേർഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീസൽ ഒരു വാഹനം അല്ല, 18 മൈലേജ് എന്തായാലും കിട്ടൂല. 20 ഗ്യാരണ്ടി 20 നമുക്ക് ഗ്യാരണ്ടി പറയാം. 2011 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വീഡിയോ ഓപ്ഷൻ വണ്ടി. 2011 ആണ്, പക്ഷെ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഈ വണ്ടി. 12 റേസർ ഉണ്ട്, 11 വീഡിയോ ആണ്, സിംഗിൾ ഓണറാണ്. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, സിസ്റ്റം കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മൈലേജും ഉണ്ട്, നല്ല ബോഡി ക്വാളിറ്റി, ഷേപ്പ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, ഗ്യാരണ്ടി എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 1,19,000 അത് ജെനുവിൻ ആവാനാണ് 90% ചാൻസ്. സിംഗിൾ ഓണർ ആണ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമ്മൾ ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,65,000 ഫൈനൽ കിട്ടണേ കൊടുക്കാം. നമുക്കൊരു ഓൾട്ടോ അതിലൊരു ചെറുവാഹനം വാങ്ങുന്ന റേറ്റിന് ഒരു ഡീസൽ വേരിയന്റ് വാഹനം കൊണ്ടുപോകാനുള്ളതാണ്. അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ്. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് 2 ലക്ഷത്തിന്റെ മേലെ തന്നെ ഇത് ലോൺ. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് 10,65,000 കണ്ടിന് ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് ഒരു വീഡിയോ ഓപ്ഷനിൽ ഒരു സിൽവർ വണ്ടി, ടയറ് കാര്യങ്ങളൊക്കെ പക്കയാണ് വരുന്നത്. സ്പോയിലർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈഡ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, 4 പുത്തൻ ടയർ ഓട്ടത്തിന്റെ 4 ടയറും പുതിയ ടയർ കാര്യങ്ങളാണ്. സോ അത് നമുക്ക് ടയറ് കാര്യങ്ങളൊന്നും നോക്കാനില്ല, എല്ലാം പക്കയാണ് വണ്ടിയില്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡൽ റിഡ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം 2,65 നമ്മളെ കയ്യിൽ ഫൈനലായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതും കൊടുക്കാം. 11 കൊടുക്കാം, 12 കൊടുക്കാം. അതേ റേറ്റിനാണ്. ഓക്കെ, ഏകദേശം നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ ഇത് വന്നിരിക്കുന്നത് 1,30-1,35 ആ ലെവലിലേക്കാണ് ഓടിയിട്ടുണ്ടല്ലേ. കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അറിയാം. അത് നമ്മൾ അത്രയും നോക്കിയെടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ, നമുക്ക് അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി നല്ലതാണ്. നല്ല വണ്ടി അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന്മേൽ 2-2.25 വരെ ലോൺ, ഒരു 10,25,000, ഒരു 10-30-40 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. ഇതാണ് അതിന്റെ വൈറ്റ് വൈറ്റ്, മൂന്നാമത്തെ കളറാണ്. ഇത് നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, നല്ല നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. ഇതും ടയർ അത്യാവശ്യം എല്ലാം ടയർ, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, റൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 വരുന്നത്. 14, അതായത് റിഡ്സിന്റെ ന്യൂ ഷേപ്പ്. അവസാനം വരെ ഈ ഒരു മോഡലാണ് വണ്ടി വന്നത്. 16 അവസാനിച്ചെന്നാണ് എന്റെ ഒരു അറിവ്. അതിലുണ്ടാവാം. അപ്പൊ അത് നമുക്ക് ആ ന്യൂ ഷേപ്പ് ആണ് വണ്ടി വരുന്നത്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 1,4 അടുത്ത് കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ, മേജർ സർവീസ് ഒക്കെ, മേജർ സർവീസ്, ടൈമിംഗ് ചെയ്യും കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു 3,35,000 ഫൈനൽ റേറ്റ് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 3,35 ഫൈനൽ റേറ്റ്. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? ഫുൾ ഓൺ തന്നെ കയറും. ഇത് ഫുൾ ഓൺ കയറും. അപ്പൊ റിഡ്സ് ഡീസൽ മാത്രം കയറ്റിയാൽ മതി. ഫുൾ ഓൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, ഡൗൺ പേയ്മെന്റ് ഇല്ലാത്തവരെ സംബന്ധിച്ച ഒരു ഓപ്ഷൻ ആണ് മാത്രമല്ല. ഇനി അതേ മോഡൽ നമുക്ക് സിൽവർ വരുന്നുണ്ട്. റൂഫ് അതേപോലെ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. നമ്പറൊക്കെയാണ് 118. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2012 മോഡൽ റിഡ്സ് ആണ്. ഓക്കെ,
ഇത് 12-ലാണ് ഈ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വന്നത്. ഇത് ന്യൂ മോഡലാണ്, 12-ലാണ് ഈ ഫേസ് ലിഫ്റ്റ് വന്നത്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് നമുക്ക് ഇത് കിലോമീറ്റർ വന്നത് 1.25 ഉള്ളിൽ തന്നെയാണ് ഇത് വന്നത്. ഇതൊക്കെ നമുക്ക് ടൈം ചെയിൻ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ കിട്ടും. ഞങ്ങൾ കസ്റ്റമർ വന്നാൽ നമ്മൾ തുറന്ന് ബോണ്ടും കാര്യങ്ങൾ തുറന്ന് കാണിച്ച് കൺഫേം ആക്കിയിട്ടേ ഇതാക്കുള്ളൂ. ഓക്കെ, അപ്പൊ എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഫിറ്റ് ആണ്. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഒരു 18-20 മൈലേജും കിട്ടും. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.65 ഫൈനൽ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. 14 രൂപ വണ്ടി ഇറക്കാം. 14 രൂപ വണ്ടി ഇറക്കാം. ഇതും ഡീസൽ തന്നെയാണ് അല്ലെ? വീണ്ടും ഒരു കളർ ചേഞ്ച്, ഒന്നുകൂടെ നല്ല ഒരു അടിപൊളി കളറാണ്. ഗ്രീന് പല കളറാണ്. ഇത് വെളുത്തിർത്തി കഴിഞ്ഞാൽ വേറെ കളർ അങ്ങനത്തെയൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2009 നല്ല മെക്കാനിക്കൽ, നല്ല എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് ചെയ്യില്ല. ടയറൊക്കെ പുതിയ ടയേഴ്സ് ആണ്. ടയറൊക്കെ പുതിയ ടയർസ്. ഓക്കെ, കിലോമീറ്റർ 1.40-1.45 ലെവലിൽ മേജർ സർവീസ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഇതേ സൈഡ് ആണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, അല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2 രൂപക്ക് ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഫിറ്റ് ആക്കാം. അതായത് ഒരു ബഡ്ജറ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി. സെയിം ഓപ്ഷൻ തന്നെ 12-13 സെയിം ഓപ്ഷൻ ആണ്. ഇയറിന് ഒരു കമ്മിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു എമൗണ്ട് കുറയുന്നുണ്ട്. 2 ലക്ഷം റുപ്യ കൊടുക്കാം. ഞാൻ ഇതിന്റെ ഒരു വൈറ്റ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2009 തന്നെയാണ്. പുത്തൻ പേപ്പർ എടുത്താണ് ഇതിന്. പുതിയ പേപ്പർ. അപ്പൊ 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ളതാണ്. ഓക്കെ, നല്ല മെക്കാനിക് കേട്ടോ. ഓക്കെ, ഇതിന് മെക്കാനിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. മൈലേജും ഒരു ചെറിയ കമ്മി വരുന്നുള്ളൂ. അത് ചെറിയ ആവശ്യക്കാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് തന്നെയാണ്. ഇത് പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണോ വരുന്നത്? പക്ഷെ യാത്രക്ക് നല്ല കംഫർട്ടാണ്. നല്ല കംഫർട്ടാണ്. റിഡ്സിന്റെ ഇത് കാണിക്കില്ല. ഓക്കെ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളല്ലാണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആട്ടത്തേക്ക് പറഞ്ഞൊക്കെ 1.65 നമ്മളെ ഫൈനൽ. ഒരു ഓൾട്ടോന്റെ പ്രൈസ് വരുന്നത് റിഡ്സിന് ഇതേ പേപ്പറും 10,000-20,000 അടുത്ത് പേപ്പർ എടുത്ത്. ലോൺ സൗകര്യം ഉണ്ടാവോ? ലോണ് നമുക്ക് കുറഞ്ഞ ചെയ്ത് കൊടുക്കും. ഒരു 1 lakhന്റെ അടുത്ത് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം. അടുത്ത തവണ നമുക്കൊരു ചെറുവാഹനാണ്. ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് വടകര രജിസ്ട്രേഷൻ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. 12 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1 അടുത്തിട്ട് ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും മേജർ ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു ഫൈനലായിട്ട് ഒരു 1.65 ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഇത് 1 lakh ലോണും കയറും. 1.10, 1.15 ലോണും കയറും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കും ചെയ്യാലോ. അടുത്ത തവണ ഒരു വാഗ്നറിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 VXi വരണം. മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല. അന്ന് VXi ആയിരുന്നു ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി. AC ഫസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയർ വൈപ്പർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്, മിറേഴ്സ് എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 98 1 ഉള്ളിലേറ്റത് ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള മേജർ ഒന്നുമില്ല. നല്ല ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന നല്ല വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 2.65 കിട്ടിയാൽ 2.65 ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് 2 lakh വരെ നമുക്ക് ഇതിന് ചെയ്യാം. നമുക്ക് ലോണും ചെയ്യാം. ഞാൻ അടുത്തോണം അതിനൊരു വൈറ്റ് 2015 മോഡൽ LX AC പോസ്റ്ററിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. സ്പോയിലർ കാര്യങ്ങള്, അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള മ്യൂസിക് സിസ്റ്റം, അതും നമുക്ക് ആൻഡ്രോയിഡ് 9-inch ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1 ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളൂ. 1 ഉള്ളിൽ അല്ലേ? ഇതൊക്കെ മാക്സിമം ഒരു 10,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്ന നല്ലൊരു ഫാമിലി കാർ. ലേഡീസിനും ഇതിന്റെ ഷേപ്പോട് കൊണ്ട് നടക്കാനൊക്കെ സൗകര്യമുള്ള മെക്കാനിക്കാണ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 2.95 കിട്ടിയാ കൊടുക്കാം. 2.95 LXi ആട്ടോ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കുത്ത 2 ടയർ പുതിയത് മുന്നിത്താണ്. ബാക്കിൽ ലാശം കമ്മിണ്ട്. ഓടാനുള്ള ടയർ അടുത്ത തവണ വീണ്ടും ഒരു വാഗ്നർ തന്നെയാണ്. LXi. അതിന്റെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റ് ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2010 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് 1 ലെവൽ തന്നെയാണ് ഓടിക്കണം. ഓക്കെ, LXi ആട്ടോ. LXi ആണ്. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ. എങ്ങനെയായിരുന്നു ചോദ്യം? നമുക്ക് 2 lakh കിട്ടിയാൽ ഇത് കൊടുക്കാം. ഏകദേശം 40 രൂപ വണ്ടി ഇറക്കാം. 40-50 റുപ്യന്റെ ഉള്ളിൽ വണ്ടി സുഖമായിട്ട്. അടുത്താണ് ഒരു കുഞ്ഞൻ വാഹനം. പക്ഷെ നമുക്ക് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഒരു മൈലേജും കിട്ടൂല. റെനോ കിഡ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2016 മോഡല് RXT. അതിന്റെ അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ടിലാണെങ്കിൽ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് LCD സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം ടയർ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 2.25 കിട്ടിയാ കൊടുക്കാം. 2.25. 10-25 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. 10-25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം സുഖമായിട്ട് നമുക്ക്. ഇതാകെ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ചെറിയ കിലോമീറ്റർ, അത് നല്ല മൈലേജ് കിട്ടുന്ന ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഓൾട്ടോ 800 അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2017 16. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 92 അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അല്ലേ? അതാണ് ഹൈലൈറ്റ് അല്ലേ? ഇതിന് നമുക്ക് മാക്സിമം 16 വണ്ടി 2.5 ലോൺ കയറലുണ്ട്, 2.10 കയറലുണ്ട്. ഇത് നമുക്കൊരു 1.95 നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. അപ്പൊ നല്ല 15,000 അങ്ങോട്ട് കൊണ്ടുപോവാന്ന് നമ്മൾ പറഞ്ഞില്ല, ആവശ്യക്കാർക്ക് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് ക്യാഷ് ബാക്കില് ഒരു 2-3 മാസത്തെ അടവ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയാം. പക്ഷെ ഞാൻ അതല്ലെങ്കിൽ ഒരു ഡൗൺ പേയ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? ഞാൻ അടുത്ത സെഡാനിൽ 2 കിട്ടുന്ന വാഹനങ്ങൾ, ഒന്ന് എത്തിയോസ് 2011 മോഡല് പ്ലാറ്റിനം മോഡലൊക്കെ ആക്കിയാണ്. ഓക്കെ, നമുക്ക് 2,95,000 ഉണ്ടെങ്കിൽ കൊടുക്കാം. 2.95 കൊടുക്കാം. നമുക്ക് AC പോസ്റ്ററിംഗ്, ഫോട്ടോ, പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്നത്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല സ്പേഷ്യസും ആണ്. ഇനി അതല്ല ചെറിയൊരു വരുമാനം എന്നുള്ള രൂപത്തിൽ ടാക്സിക്ക് കൺവേർട്ട് യൂസ് ചെയ്യണമെങ്കിൽ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. മെയിൻ്റെനൻസ് വളരെ കുറവാണ്, നല്ല മൈലേജും കിട്ടൂല. നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇത് 2.95 കിട്ടിയാ കൊടുക്കാം. ലോൺ ഇതിന് 2 ലക്ഷം വരെ കയറും. 2 ലക്ഷം വരെ, 2.25 വരെ കയറുന്നുണ്ട്. ലോണും ചെയ്യാം. അടുത്ത ഞാനൊരു കളർ ചേഞ്ച് അല്ലേ? സിൽവർ. ഇത് റീവണ്ടി ആണ് അല്ലേ? രണ്ടും റീവണ്ടി ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡലാണ്. ഇത് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, ഗ്യാരണ്ടി ആയിട്ട് വിളി. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഫൈനൽ ഒരു 3.45 നമ്മളെ കയ്യിൽ തരാണെങ്കിൽ കൊണ്ടാവും. 3.45 അല്ലേ? ഇതിന് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന്മേൽ ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് വരെ ചെയ്യാൻ, 2.25 വരെ എന്തായാലും ചെയ്യാം. 2.25 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റൂല. ഒരു അടിപൊളി വണ്ടിയാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഇനി അതല്ല ലിവ വേണമെന്നുള്ളവർക്ക് നല്ലൊരു അടിപൊളി ലിവ ഉണ്ട്. നല്ല കിട്ടുന്ന അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2015 മോഡൽ VD ആണ്. ഓക്കെ, റീ രജിസ്ട്രേഷൻ തന്നെയാണ്. VD ആണ് ഓപ്ഷനിൽ പെടുന്നതാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ്. ഓക്കെ, സ്റ്റിയറിംഗ്, വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഫൈനൽ ഒരു 4.5 ചോദിക്കുന്നുണ്ട്. 4.40-35 നമ്മളെ കയ്യിൽ കിട്ടിയാലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റൂല. VD ആണ് ഓപ്ഷൻ ആട്ടോ. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, എയർ ബാഗ്, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VD ആണ് ഓപ്ഷൻ വരുന്നത്. VD ആണ് ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 3.5 ലക്ഷം വരെ ലോൺ കയറുന്നുള്ളത്. 3 ലക്ഷം രൂപ നമുക്ക് ലോണാണ്. അടുത്ത ലേഡീസിനൊക്കെ നമുക്ക് നല്ല പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഓട്ടോമാറ്റിക്കലി ഒരു സെലേറിയോ അല്ലെ? അത്യാവശ്യം മൈലേജ് കിട്ടും, നല്ല യാത്രാ കംഫർട്ടും, കൊണ്ട് നടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അടിപൊളി പോലും വണ്ടിമ കേറിയിട്ടില്ല. പറയില്ല. പക്ഷെ ബോഡിമിൽ എവിടെയും ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറാത്ത നല്ല നീറ്റ് വണ്ടി. നമുക്ക് ക്വാളിറ്റി തുറന്നാൽ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അലവിൽ എക്സ്ട്രാ ചെയ്യുന്നതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ എല്ലാം വിറ്റാം. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് 35,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ബോഡി ടച്ചപ്പ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബമ്പർമ കയറിക്കണമെന്നുള്ളത് നമുക്ക് അറിയില്ല. ബാക്കിയുള്ളൊന്നും മേജർ ആക്സിഡന്റ്, എഞ്ചിനും മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. നല്ല വണ്ടി. ചെറിയൊരു ഒച്ചപ്പാട് വരെ ഈ വണ്ടി ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,35,000 കൊടുക്കാം. 4.35. ഏകദേശം നമുക്ക് ലോണൊക്കെ ലോൺ നമുക്ക് ഇതിമൊരു 300 ലെവലിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ചെറിയ ഡൗൺ പേയ്മെന്റ്. ഇതാണ് ഇവിടെ നമ്മുടെ ഇയോണിന്റെ ഒരു നല്ലൊരു ചാകര വരുന്നുണ്ട്. ഇയോൺ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2016 മോഡൽ ഇയോൺ ആണ്. ഓക്കെ, ഇത് ഇറ പ്ലസ് ആണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, കിലോമീറ്റർ കിലോമീറ്റർ വന്നാൽ 65,000 കിലോമീറ്റർ ആണ് വണ്ടി. 65,000 കിലോമീറ്റർ. അത്യാവശ്യം ടയർ കാര്യങ്ങൾ ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ്. ഇന്ത്യയുടെ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല കിടുവാണ് വരുന്നത്. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.25 ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 16 മോഡൽ സിംഗിൾ ഓൺ. 16-15 മൈലേജും കിട്ടൂല. ഒരു 16-15 മൈലേജ് കിട്ടും. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി? ഡൗൺ പേയ്മെന്റ് ഇത് ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാം. 0 ഡൗൺ പേയ്മെന്റ്. അടുത്ത കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈറ്റ് ഇല്ല, അത് നല്ല നമ്പറൊക്കെയാണ്. 40 നമ്പർ ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡലാ. 13 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 70-75 അടുത്തിട്ട് ഓടിക്കണം. 70-75 അടുത്ത് നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ?
നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.55-60 ആ ലെവലിൽ കിട്ടിയാൽ കൊടുക്കാം. 1.55-60 ലെവലിൽ നമുക്ക് കിട്ടിയ ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ആ മാക്സിമം ഒരു 15 രൂപയൊക്കെ മടക്കിയാൽ മതി. ബാക്കി 15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. നല്ല അടിപൊളി വാഹനമാണ്. അടുത്ത തവണ ഞാൻ അതിന്റെ ഒരു ഒന്നുകൂടെ കൂടുതൽ ഇനോവയിലൊക്കെ കാണുന്ന ഒരു കളറാണ് അല്ലെ, ഒരു ആനക്കൊമ്പിന്റെ കളർ. നമുക്ക് വൈറ്റ് അങ്ങ് വിട്ട് ഒരു ഓഫ് വൈറ്റ് ആയും ചെയ്തു. നല്ല പക്ക ഒരു ചോക്ലേറ്റ് ലെവലിലുള്ള ഒരു സാധനം അല്ലെ, ഒരു ഗ്രേ ഒക്കെ എത്തിയിട്ടുള്ള. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡല് ഇറ പ്ലസ് ആണ്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് 1.65 കിട്ടിയാല് ഇതും കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 70-75 ആ ലെവലിൽ തന്നെ ഓടിയിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ നല്ലൊരു ഫാമിലി കാറാണ് വരുന്നത്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഉണ്ടോ? വീണ്ടും ഒരു വൈറ്റ് കേരള രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള്? 2013 സിംഗിൾ ഓണറാ. 2013 സിംഗിൾ ഓണർ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 80-ന്റെ ലെവലിൽ 75-ന്റെ ലെവലിലാണ് ഓടിക്കണം. 80-75 ആ ലെവലിൽ നമ്മള് വണ്ടി ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് നല്ല അടിപൊളി വണ്ടി, അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,85,000 രൂപ. 85 30 രൂപ വണ്ടി ഇറക്കാം. ചെറിയ എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് റിയൽ ചോയ്സിലായിരുന്നു. നമ്മൾ കാണും അത്യാവശ്യം നല്ല കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് മാക്സിമം വാഹനം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടിയിൽ തവണ അത്യാവശ്യം നല്ല ഇന്നോവകളെ ഒരു കളക്ഷനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറം ടൗണിൽ നിന്ന് പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ല കാറുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് കാറുകൾ നോക്കുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. സോ നമ്പർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ നിർദ്ദേശവും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അർഷദ് സൈനിങ് ഓഫ്.